ഹലോ ഗായ്സ്, അപ്പോൾ ഞാൻ ചെറിയ വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഫസ്റ്റ് തന്നെ എൻ്റെ റൂമിലൊരു മണി പ്ലാന്റ് ഉണ്ട്, അപ്പോൾ അതിന് വെള്ളം ഒഴിക്കുകയാണ്. പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട്, ഫുഡെന്ന് പറയുന്നത് ബ്രെഡും പിന്നെ ഫാഷൻ ഫ്രൂട്ടിൻ്റെ ഒരു ജ്യൂസ്. ബ്രെഡിനകത്ത് ഇങ്ങനെ മുട്ടയും ചീരയൊക്കെ ഇട്ട് ഒരു മുട്ട പൊരിച്ചത്. പിന്നെ ടു ഡു ലിസ്റ്റ് ചെയ്തു. ഇന്ന് ഞാൻ ഫസ്റ്റ് ടൈമായിട്ട് കണ്ണാടി വെക്കണം കേട്ടോ. ഈ കണ്ണാടി എന്ന് പറഞ്ഞാൽ പുതിയതാണ്, 2 വാങ്ങിയായിരുന്നു. അപ്പോൾ അതിലൊരെണ്ണം എങ്ങനെയുണ്ട്, എനിക്ക് ചേരുന്നുണ്ടോ? പിന്നെ ഞാൻ ടു ഡു ലിസ്റ്റ് ചെയ്തു, ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങളും പിന്നെ ചെയ്ത കാര്യങ്ങളൊക്കെ ടിക്കിടുക. അപ്പോൾ അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ഇന്നലെ വൈകിട്ട് കട്ട് ചെയ്ത് വെച്ച തുണിയുണ്ട്, അപ്പോൾ അതിന്ന് സ്റ്റിച്ച് ചെയ്യുവാണ്. ഇതൊരു ആലിയ കട്ടിൻ്റെ ക്രോപ്പ് ടോപ്പ്. ഇത് ചെറിയ ഫ്രിൽസൊക്കെ വന്നിട്ട്, അതേപോലെ തന്നെ ഈ ഒരു ടോപ്പ് ഞാൻ ചെയ്തായിരുന്നു. ആ സമയത്ത് എൻ്റെ പിന്നൊക്കെ താഴെ വീണു, അപ്പോൾ അത് പറക്കും കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ അടുത്ത ടോപ്പ് ചെയ്യാൻ വേണ്ടി നൂല് സെലക്ട് ചെയ്യുക. ഇതാണ് എൻ്റെ നൂല് പെട്ടി. ഇപ്പോൾ ഇത്രയോ ആയി. ഇതിപ്പോൾ ഇതിൽ തികയാത്തതുകൊണ്ട് ഇനി ഒരു നൂലിൻ്റെ സ്റ്റാൻഡോ ഞാൻ ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ വാങ്ങിക്കുകയോ ചെയ്യണം. പിന്നെ ആ ടോപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ നൂലൊക്കെ മറ്റേ നൂല് മാറ്റിയിട്ട് ഇതിടുക. പിന്നെ ഉച്ചയായപ്പോൾ ഫുഡ് മീൻ വറുത്തത് ഞാൻ ഉണ്ടാക്കി, ചാള വറുത്തത്, മത്തി എന്നാട്ടോ ഞങ്ങളിവിടെ പറയുന്നത്. അപ്പോൾ തോരനും ഒരച്ചാറും പിന്നെ ഫാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസും. ഫാഷൻ ഫ്രൂട്ട് ഇവിടെ ഉണ്ടായതാട്ടോ. പിന്നെ ഈ ടോപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇതൊരു സ്ക്വയർ നെക്കുള്ള ടോപ്പാണ്, നല്ല ക്യൂട്ട് ടോപ്പാണ്. ഫുൾ സ്ലീവ് തന്നെ, ബട്ടർഫ്ലൈ സ്ലീവ്. പിന്നെ അതിന് ചേരുന്ന ഒരു സ്ക്രഞ്ചീസ് കൂടെ ഉണ്ടാക്കി. സ്ക്രഞ്ചീസ് ഉണ്ടാക്കുന്ന ഒരു മുഴുവൻ വീഡിയോ തന്നെ ഇതിലുണ്ട്. ഞാൻ എൻ്റെ മിച്ചം തുണി വെച്ചാണ് ഉണ്ടാക്കിയത്. എന്ന് വെച്ചാൽ അതിൻ്റെ ലാസ്റ്റ് ഫാബ്രിക്കായിരുന്നു, അപ്പോൾ അത് വെച്ച് ഉണ്ടാക്കിയത്. അതാകുമ്പോൾ ആക്ക് തന്നെ സെയിം ഫാബ്രിക്കിൽ പെയർ ചെയ്യാമല്ലോ, കയ്യിലാണെങ്കിലും ഇട്ടാൽ മതിയല്ലോ എന്ന് വിചാരിച്ച് അപ്പോൾ അതുണ്ടാക്കുന്ന കേട്ടോ. നിങ്ങൾക്ക് അറിയത്തില്ല, ഇത് ജസ്റ്റ് നോക്കുമ്പോൾ മനസ്സിലാവുമെങ്കിൽ ചെയ്ത് നോക്കുക കേട്ടോ. എനിക്കിത് പറഞ്ഞു തരാൻ കറക്റ്റ് അറിയത്തില്ല. താകത്തോട്ട് വെക്കണമെന്നൊക്കെ പറയുമ്പം മനസ്സിലാവില്ലായിരിക്കും. അതിൽ യെല്ലോ കാണുന്നതാണ് എലാസ്റ്റിക്. ഇങ്ങനെ മനസ്സിലാവുന്നുണ്ടേ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്ക്. ഞാൻ ജസ്റ്റ് ഉണ്ടാക്കുന്ന വീഡിയോ എടുത്തതേ ഉള്ളൂ. സ്ക്രഞ്ചീസ് കയ്യിലിട്ടാൽ ഇങ്ങനെ ഇരിക്കും കേട്ടോ. പിന്നെ അടുത്തൊരു ഡ്രസ്സ് ചെയ്യാൻ വേണ്ടി, ഇത് ഞാൻ 2-3 ദിവസമായി ചെയ്യാൻ തുടങ്ങിയിട്ട്. എന്ന് വെച്ചാൽ കട്ട് ചെയ്ത് വെച്ചിരുന്ന, അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി ഒരു നൂല് സെലക്ട് ചെയ്ത് പിന്നെ 2 ടോപ്പ് കട്ട് ചെയ്ത് വെക്കാനുണ്ടായിരുന്നു. അപ്പം ഇതൊന്നാമത്തത്. വേറൊന്നും ഉണ്ടായിരുന്നു, അത് ഞാൻ എടുത്തില്ല കേട്ടോ. അപ്പോൾ ഇത് കട്ട് ചെയ്യുന്ന വീഡിയോ ജസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. ഇതും ഞാൻ നോർമലി ചെയ്യുന്ന പോലത്തെ ആലിയ കട്ടിൻ്റെ ടോപ്പാട്ടോ. മറ്റേ ബട്ടർഫ്ലൈ സ്ലീവൊക്കെ വരത്തില്ലേ, അത് മീഡിയം സൈസിൻ്റെയാണ്. കുറേ പേരിപ്പോൾ 2-3 പേരിപ്പോൾ പാറ്റേണിൻ്റെ ഇത് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ വേഗം തന്നെ ഇടാം, സമയം കിട്ടാത്തതുകൊണ്ട്. പിന്നെ ഒരു കൊറിയർ വന്നു. ഇതെന്നാന്ന് വെച്ചാൽ നമ്മുടെ ഐലാഷ് ഇങ്ങനെ കേൾ ചെയ്യുന്ന സാധനമില്ലേ, ആ സാധനം 2 വാങ്ങിച്ചു. ഒരെണ്ണം വാങ്ങിക്കുമ്പോൾ 2 കിട്ടും, അങ്ങനെ എന്തോ കോംബോ ആയി. അപ്പോൾ എനിക്ക് നോക്കും. പക്ഷേ ഇത് ചെയ്തിട്ട് ശരിയാവണില്ല ഗൈസ്. എന്തായാലും ചെയ്ത് പഠിക്കണം, അപ്പം അതിന് വേണ്ടി വാങ്ങിച്ചതാണ്. നിങ്ങളിത് യൂസ് ചെയ്യുന്നുണ്ടോ? ഞാൻ ചുമ്മാ ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി വാങ്ങിച്ച കേട്ടോ. പിന്നെ അടുത്തൊരു എയർലൈൻ ഡ്രസ്സ് ചെയ്യുവാണ്. അതിൻ്റെ ഏറ്റവും താഴത്തെ ഭാഗം അടിച്ചുകൊണ്ടിരിക്കുക. ഇതിൻ്റെ ഫൈനൽ ലുക്ക് ലാസ്റ്റ് കാണിക്കുന്നുണ്ട് കേട്ടോ. ഇതാട്ടോ ഞാൻ പറഞ്ഞ ഡ്രസ്സ്, എയർലൈൻ ഡ്രസ്സാണ്. 2 പോക്കറ്റൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ എന്നും എനിക്ക് വൈകുന്നേരം ഉണ്ട് ചായ തരാം. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നത് ഷൂട്ട് ചെയ്യാമെന്ന്, എനിക്കൊരു മെമ്മറിക്ക് വേണ്ടി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞാൻ അവളോട് ഒന്നോട് എന്തെങ്കിലും തരാമോ, ഞാൻ വീഡിയോ എടുത്തിട്ട്. അപ്പോൾ അവൾ കൊണ്ട് തരുന്നു, അതാ ചിരിക്കുന്നത്. പിന്നെ അവൾ പാക്കൊക്കെ ചെയ്ത് തരുക. ഈ ഒരു ടോപ്പ് 2 ടോപ്പൊക്കെ ഉള്ളപ്പോൾ നമ്മൾ ഈ ഒരു പേപ്പറിൽ നമ്മൾ കവർ ചെയ്ത് കൊടുക്കുന്ന കേട്ടോ.
പിന്നെ നമ്മുടെ താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മൈ ബിസിനസ് എന്നൊക്കെ പറഞ്ഞ ഒരു താങ്ക് യു സ്റ്റിക്കറുകൂടെ വെക്കാറുണ്ട് കേട്ടോ. പിന്നെ ഇത്രയും ദിവസം വ്ളോഗിലൊക്കെ കാണിച്ചുകൊണ്ടിരുന്ന ഒരു മെറ്റീരിയൽ ഉണ്ടല്ലോ, അത് ആ ഡ്രസ്സ് ഇന്നാണ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞത്. കഴിഞ്ഞ ദിവസം വെട്ടി വെച്ചു, ഇന്നാണ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞത്. അപ്പം അത് പിന്നെ കൊറിയർ എടുക്കാൻ ചേട്ടൻ വന്ന്, അപ്പം ഞാൻ കൊറിയർ എല്ലാം കൊടുത്തു.